അങ്ങനെ ഹീറോയിനും അവളുടെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത ഡോക്ടറെ കാണിട്ട് പോകുകയാണ്. ആ ഡോക്ടർ ആണെങ്കിൽ ഹീറോയിനോട് നിങ്ങളുടെ ഹസ്ബൻഡ് തമ്മിൽ എന്താ പ്രശ്നം ചോദിക്കും. ആ സമയത്ത് ഹീറോയിനെ ആണെങ്കിൽ അവൾക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ മനസ്സോർന്ന് സംസാരിക്കുകയാണ്. ആക്ച്വലി ഇവർ തമ്മിൽ അറേഞ്ച് മാരേജ് ആയിരിക്കും, പക്ഷെ പെണ്ണാണ് വരുന്ന സമയത്ത് ഹീറോന്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവളോട് നല്ല സോഫ്റ്റ് ആയിട്ടും കെയറിംഗ് ആയിട്ട് സംസാരിക്കുകയാണ്. സോ ഹീറോയിനെ കല്യാണം നോക്കി പറയും. എന്നാൽ അതിന് ശേഷമായിരിക്കും അവന്റെ റിയൽ ആയിട്ടുള്ള ഫേസ് ഹീറോയിന് മനസ്സിലാവുക. ആ ഡോക്ടർ ഹീറോയിനോട് ഇഷ്ടങ്ങളെല്ലാം പറയാണ്. അതിന് ഹീറോയിൻ ആണെങ്കിൽ അവൾക്ക് പാടുന്നത് ഇഷ്ടമാണെന്ന് പറയും. പക്ഷെ ഹീറോയിൻ ഇപ്പോൾ പാടുന്നുണ്ടാവില്ല, അതിന് കാരണം ഹസ്ബൻഡ് ആയിരിക്കും. ആക്ച്വലി കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലൂടെ പാടുന്ന സമയത്ത് അത് കേൾക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ഇതൊരു വീടാണ്, അല്ലാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ വൃത്തിയായിട്ട് രീതി ചീത്ത പറഞ്ഞിട്ട് പാട്ട് നിർത്താൻ പറയും. അന്നത്തോടെ ഇവൾ ഹസ്ബൻഡിനെ പേടിച്ച് പാട്ട് പാടുന്നതിന് വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പോയാൽ ഇവളുടെ അമ്മയാണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡിനെ സപ്പോർട്ട് സംസാരിക്കുകയാണ്. അവൻ എപ്പോഴെങ്കിലും നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടാ ചോദിക്കുന്ന നിനക്കായിട്ട് വലിയ വീടും കാരെല്ലാം വാങ്ങിയില്ലെന്ന് പറയാണ്. പക്ഷെ ഹീറോയിന് മാത്രമായിരിക്കും അവൾ ആ വീട്ടിൽ അനുഭവിച്ച കഷ്ടങ്ങളിൽ അറിയുന്നുണ്ടാവും, അത് വെളിയിൽ പറയാനും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിനും അമ്മയോട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നു പറയാണ്. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ ഹീറോയിനാണെങ്കിൽ അവളുടെ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്ത പാർട്ടിക്ക് പോകും. അവിടെയാണെങ്കിൽ ആ വക്കീൽ ഒന്ന് ഗിത്താർ പ്ലേ ചെയ്യുന്നുണ്ടാവും. അത് കേൾക്കുന്ന സമയത്ത് ഹീറോയിനും അവൾക്ക് അറിയാതെ കുറെ വർഷത്തിന് ശേഷം പാട്ട് പാടും. അങ്ങനെ ആ പാർട്ടിയിൽ ഹീറോയിന് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ വക്കീലോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അന്ന് നൈറ്റ് ഹീറോയിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഈ വക്കീലിനെ അയച്ചു വിടുകയാണ്. അങ്ങനെ കാറി വന്നിറങ്ങുന്ന സമയത്ത് ഇത് കാണുന്ന ഇവളുടെ അനിയത്തിയാണെങ്കിൽ ഇവർ ഒന്നിച്ച് ഫോട്ടോ എടുത്ത് വെക്കും. ഹീറോയിനാണെങ്കിൽ ഇവരുടെ കൂടെ ആയിരിക്കും കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഇവളും കുറച്ചായിട്ട് നോർമൽ വന്ന സമയത്ത് ഇവർ കഴിക്കാൻ പോയ സെയിം റെസ്റ്റോറന്റിലേക്ക് ഇവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടാവും. അവൻ ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഹീറോയിനെ കാണാൻ. അങ്ങനെ അവൻ ഇവളുടെ അടുത്തേക്ക് വരും. ഇവളുടെ കൂടെയുള്ള ലോയറിനെ കാണുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ഇതാരും നിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ കാശ് വേണ്ടി പ്രോസ്റ്റിറ്റ്യൂട്ട് മാറിയതാണോ ചോദിക്കും. ഹീറോയിനെ റെസ്റ്റോറന്റിൽ വെച്ച് വൃത്തിയായിട്ട് രീതിയിൽ സംസാരിക്കാൻ ഇതാണെങ്കിൽ എല്ലാവരും കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറോയിനും അവിടെ നിൽക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ഓടാൻ തുടങ്ങും. പിന്നാലെ വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും ഇവളെ സമാധാനിപ്പിക്കുക. അടുത്ത ദിവസം ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വീട്ടിലേക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണ്. ലാസ്റ്റ് എപ്പിസോഡ് കാണാനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് വെക്കുക.